ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്റ്റാർ മേക്കിംഗ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലിരിക്കുന്ന കടലാസ്, അതായത് നമ്മുടെ ഡയറി ഉണ്ടാവുമല്ലോ, ഡയറിയുടെ പേപ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന്, വളരെ ഈസി ആയിട്ട്, വളരെ മനോഹരമായിട്ട് ഒരു സ്റ്റാർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. എന്തായാലും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ഞാനിത് ഒരു പേപ്പർ ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ഇതുപോലെ ഇതിൻ്റെ മിഡിലിൽ വെച്ചിട്ട് മടക്കുന്നുണ്ട്. കുറച്ച് ഇതിൻ്റെ ഉൾവശത്തേക്ക് കടത്തി വെക്കണം കേട്ടോ, കാരണം നമുക്കത് ഒട്ടിച്ചെടുക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് കൂടെ വെച്ചിട്ട്. കണ്ടില്ലേ, ഒരു സെൻറ്റിമീറ്റർ ഇപ്പുറം കടത്തിയിട്ടാണ് ഞാനത് ഒട്ടിച്ചെടുക്കുന്നത്. ഫെവിക്കോളാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അപ്പുറത്തെ വശം കൂടി ഇതിൽ മേലെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ വശങ്ങളും ഇതിൻ്റെ സൈഡ്സൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എന്താ പറയുക, നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. എല്ലാ വശങ്ങളും ഒരുപോലെ ആയിരിക്കണം, മടക്കുന്നതായാലും ഫോൾഡ് ചെയ്യുന്നതൊക്കെ നല്ല അടിപൊളി നീറ്റായിരിക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ ഗൈസ്, അതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനിത് 25 പേപ്പറാണ് ഇപ്പോൾ മടക്കി എടുത്തേക്കുന്നത് കേട്ടോ, ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഇപ്പോൾ 25 പീസസ് ഉണ്ട് ഇതിൽ. ഒന്നും എഴുതാത്തതൊക്കെ ആണെങ്കിൽ അത്രയും മനോഹരമായിരിക്കും കേട്ടോ. ഇതിപ്പം ഒന്നും എഴുതാത്ത ഡയറിയിലെ പേപ്പേഴ്സാണ്. ഇപ്പോൾ 25 ഇവിടെ ഒട്ടിച്ച് വെച്ച് അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചതിന് ശേഷം ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒട്ടിക്കൽ പരിപാടിയിലേക്ക് കടക്കാം. ഇത് ഞാനിതാ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതിൻ്റെ മിഡിലിൽ വെച്ചിട്ട് ഇവിടെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ എൻഡ് വരുന്ന ഈ ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൂടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ലൈൻസ് കറക്റ്റ് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, വളഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. മാക്സിമം അത് നല്ല രീതിക്ക് എന്താ പറയുക, സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ വശങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്, എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ഇത് നമ്മുടെ ഇതിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് സെയിം രീതിക്ക് ഞാൻ എല്ലാ പേപ്പറും ഇതുപോലെ മേലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. 2 പാർട്ടായിട്ടാണ് ഒട്ടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പകുതി എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് ഇതിൻ്റെ മേലെ വെച്ചേക്കുന്നത്. കാരണം നമുക്കിത് കട്ട് ചെയ്യാനുള്ളതാണ്. ഒന്നിച്ചെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ടോട്ടൽ ഇവിടെ ഇപ്പോൾ 25 പേപ്പേഴ്സ് ഇതുപോലെ ഒട്ടിച്ച് വെച്ചതുണ്ട്. അപ്പോൾ അതിൽ പകുതി എടുത്തിട്ടാണ് ഞാനിത് ഓരോന്ന് സെറ്റാക്കി 2 സെറ്റാക്കി വെക്കുന്നത് കേട്ടോ. അതായത് ഒരെണ്ണത്തിൽ 13ഉം ഒരെണ്ണത്തിൽ 12 വെച്ച് സെറ്റ് ചെയ്യുന്നത്. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ 13 സെറ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ സെറ്റിൽ ഞാനിതാ 12 കൂടെ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കട്ടെ കേട്ടോ. ഒന്നിച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തിക്കായി പോകും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് സെയിം രീതിക്ക് തന്നെയാണ് ഞാൻ 2ഉം ഒട്ടിച്ചെടുക്കുന്നത്. നമുക്കത് ജോയിൻ ചെയ്യാമെന്നുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് 2ഉം കൂടെ ഞാൻ ഒരുപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് 2 സെറ്റും ഇതുപോലെ ജോയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ. ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മുടെ കടയിൽ നിന്നൊക്കെ സ്റ്റാർ മേടിക്കുന്നതിന് വരെ ഇതുപോലുള്ള ഇതൊക്കെ വെച്ച് വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇനി അതല്ല, നമുക്കിത് ഒരു പ്രൊഫഷനും കൂടി ആക്കുക. ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല പോലെ സെയിൽ വരും. അപ്പോൾ സെയിൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള പേപ്പേഴ്സ് എല്ലാം നല്ല പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ബൾബൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെയൊക്കെ. ഞാൻ എന്തായാലും ഇപ്പം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് പിന്നെ ഇതാക്കുന്നത്. ഞാനൊരു യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ നല്ല പേപ്പർ വെച്ച് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് വെച്ച് സെറ്റാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് 2 സെറ്റ് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിത് എനിക്കിഷ്ടമുള്ള ഡിസൈനാണ് ഇതിൽ വരച്ച് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഡിസൈൻ കൊടുത്ത് നല്ല അടിപൊളിയാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം പെൻസിൽ വെച്ച് വരച്ചത്, അതൊന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ, നല്ലൊരു മാർക്കർ വെച്ചിട്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കത്രികക്ക് ഇത്തിരി മൂർച്ചം കുറവായതുകൊണ്ട് കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങളെടുക്കുമ്പോൾ നല്ല കത്രിക എടുക്കുക. എൻ്റെ വലിയ കത്രിക പൊട്ടിപ്പോയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം വെച്ച് കട്ട് ചെയ്യുന്നത്. ഇത് പെട്ടെന്നായിട്ട് വളരെ ക്വിക്കായിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു.
നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ ചില ഐഡിയാസ് ഇങ്ങനെ തോന്നും. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുന്ന കേട്ടോ. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കഷ്ടപ്പാടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഗൈസ്. ശരിക്കും നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ. ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് നല്ല ക്യാഷ് ഇതൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. നമ്മളിതുപോലെ സീസണായിട്ട് എടുക്കുമ്പോൾ എന്തൊക്കെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അതിനോടനുബന്ധിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് സെയിൽ വരുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇതിലൂടെ എന്തെങ്കിലും ഇത് വരുമാനം ഉണ്ടാക്കണം എന്നുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള പേപ്പറിലൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് രണ്ടും ഒരുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കണം. അതിനു വേണ്ടി ഞാനിത് ഒരു ത്രെഡ് എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ത്രെഡാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്ത് ഈ ഒരു വശം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ ഒരു വശത്ത് ഇതുപോലെ ഞാൻ ഫെവിക്കോൾ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ട് ഈ ഒരു ത്രെഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് മേലെയായിട്ട് നമ്മളിതാ രണ്ടാമത്തെ സെറ്റ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ത്രെഡ് അതിൻ്റെ മേലെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കടത്തി കുറച്ചൊരു ഇപ്പം നമ്മൾ കടത്തി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയതിന് ശേഷമാണ് ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ ഇനി ഇതാ ഞാനിത് അടുത്ത ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുകയാണ്. ഇതിങ്ങനെ വിടർത്തപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് ആക്ച്വലി ഇതിൻ്റെ പുറകു വശമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ശരിക്കും ആക്ച്വലായിട്ടുള്ള ഇതാണ് കേട്ടോ ഫേസ്. അപ്പോൾ ഞാൻ ആ ഒരു വശവും കൂടെ നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു വശത്ത് ഫുള്ളായിട്ട് ഇതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ കാര്യമാണ് കേട്ടോ. ഫ്രണ്ട് ഫേസാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഫെവിക്കോൾ വെച്ച് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ എവിടെയെങ്കിലും വിടവൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഒട്ടിച്ച് നല്ല ഫില്ലാക്കി കൊടുക്കുക കേട്ടോ. ഇതെവിടെയൊക്കെ ചെറുതായിട്ട് വിടവ് വരുന്നുണ്ട്, കറക്റ്റ് ഒട്ടാത്തതുകൊണ്ടാണ്. അത് ഞാൻ നല്ല രീതിക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ.